ദുബായിലും ഷാർജയിലും ഇറാൻ ആക്രമണം. ദുബായ് അൽബദയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. 4 പേർക്ക് പരിക്ക് പറ്റി. ഷാർജയിലെ അൽ തുറായ ടെലികോം കമ്പനിയുടെ ഓഫീസിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. തീരത്തുനിന്നും 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആർക്കും പരിക്കില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് വിവരം. കുവൈറ്റിന്റെ പടുകൂറ്റൻ എണ്ണക്കപ്പലായ അൽ സലമിക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ളതാണ് അൽ സലമി പടുകൂറ്റൻ എണ്ണക്കപ്പൽ. 3,19,660 ടൺ ഇന്ധനശേഷി കപ്പലിനുണ്ട്. ഇറാനുമായുള്ള സൈനിക നീക്കം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലെന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിലെ US സൈനിക ആസ്തികൾക്ക് നേരിട്ട തിരിച്ചടിയും തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിന്റെ അടച്ചുപൂട്ടലും ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ്. ഇറാനെതിരായ പോരാട്ടത്തിൽ ട്രംപിനെ തളയ്ക്കാൻ സാധ്യതയുള്ള 10 പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. യുറേനിയം ശേഖരം പിടിച്ചെടുക്കൽ അതിസാഹസിക ദൗത്യം. ഇറാന്റെ ഭൂഗർഭ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നത് US കമാൻഡോകൾക്ക് വൻ വെല്ലുവിളിയാണ്. വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും ഖനന യന്ത്രങ്ങളും ഉപയോഗിച്ചു വേണം ഈ കോട്ടകൾ തകർക്കാൻ. എന്നാൽ ഇതിനിടയിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണമുണ്ടായാൽ നൂറുകണക്കിന് US സൈനികർ കൊല്ലപ്പെട്ടേക്കാം. മറ്റൊന്നാണ് ഗാർഗ് ദ്വീപ് അധിനിവേശം. ആത്മഹത്യാപരമെന്ന് ഇറാൻ. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഗാർഗ് ദ്വീപ് വഴിയാണ്. ഇത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ എണ്ണശേഖരത്തിന് ഇറാൻ തന്നെ തീയിട്ടേക്കാം. ഇത് വ്യോമാക്രമണങ്ങളെ തടസ്സപ്പെടുത്തുന്ന കറുത്ത പുകപടലങ്ങൾ സൃഷ്ടിക്കും. സൈനിക വിദഗ്ധർ ഈ നീക്കത്തെ ആത്മഹത്യാപരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലെ ഭീഷണി. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഏകദേശം അടച്ചു കഴിഞ്ഞു. കടലിടുക്കിന്റെ വീതി കുറവായതിനാൽ US കപ്പലുകൾക്ക് ഇറാന്റെ തീരത്തുനിന്നുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ കേവലം 2 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ലഭിക്കൂ. ഇത് എണ്ണ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ്. മറ്റൊന്ന് ഊർജ്ജ നിലയങ്ങൾ തകർക്കൽ. തിരിച്ചടി ഭയാനകം. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിന് പകരമായി ഖത്തറിലെയും സൗദിയിലെയും എണ്ണവാതക കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടാൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാകും കാര്യങ്ങൾ പോവുക. ഹൂതികളുടെ ഇടപെടൽ. ബാബ് അൽ മന്ദബ് കടലിടുക്ക് തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ചുവന്ന കടലിലേക്കുള്ള പ്രവേശന കവാടം തടഞ്ഞാൽ ആഗോള എണ്ണ വില ബാരലിന് $150 കടക്കുമെന്ന് ഉറപ്പാണ്. ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ള സ്രോതസ്സായ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളെ ഇറാൻ ലക്ഷ്യം വെച്ചാൽ മേഖലയിൽ വൻ മാനുഷിക ദുരന്തമുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് നേരിട്ട് ബാധിക്കുകയും ചെയ്യും.